Hello guys, welcome back to my another vlog. റമദാൻ സ്പെഷ്യൽ. ഇന്ന് നമ്മളിപ്പോൾ പോയിട്ട് നിങ്ങൾ ഇൻട്രോ കാണുമ്പോൾ നമ്മൾ അവിടെ മുടി വെട്ടാൻ പോയതായിരുന്നു. മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അങ്ങനെ 28ാമത്തെ നോമ്പും കഴിഞ്ഞ് നമ്മൾ നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നാളത്തെ കഴിഞ്ഞ് ചിലപ്പോൾ മറ്റന്നാൾ പെരുന്നാളായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് അറിയാം. അപ്പോൾ നാളെ ഇനി മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താക്കി ഇന്നൊക്കെ ആക്കി കുട്ടികളൊക്കെ കൊണ്ടുപോയി വെട്ടിയിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഈദിൻ്റെ ഒരുക്കങ്ങൾ എന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈദിൻ്റെ ഒരുക്കങ്ങൾ തന്നെയാണ്. പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ അതിന്ന് പ്രധാനപ്പെട്ട സൂര്യഗ്രഹണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ആണ്. അപ്പോൾ സൂര്യഗ്രഹണത്തിൻ്റെ ഡീറ്റെയിൽ എത്ര സമയമാണെന്ന് നമുക്ക് കണ്ടില്ല. പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ വെയിലിനൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ നീച്ചിട്ട് ആദ്യമായിട്ട് ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം, സ്വാഗതം. നമുക്ക് ഇന്നത്തേത് ഈദിൻ്റെ സ്പെഷ്യൽ ഒരുക്കങ്ങൾ എന്നുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം അടിപൊളി വീഡിയോസ് ആയിട്ട് ഈദിന് ശേഷം നമ്മൾ ഫാമിലി വിത്തൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മളപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇപ്പോൾ വരാം. നമ്മുടെ കട തുറക്കാൻ ആളെത്തിയിട്ടുണ്ട്. ഞങ്ങളാണ് ഫസ്റ്റ് കസ്റ്റമർ. കൊന്തട്ട എങ്ങനെ കൊന്തട്ട ഫൈനലി നെബൂൾ കയറ്റുന്നുണ്ട്. ഫസ്റ്റ് ആരാണ്? നെച്ചോ ആണ്. ഫസ്റ്റ് നെച്ചോസ് അല്ലേ? നെച്ചോനെ എങ്ങനെ വെട്ടണ്ട് മുടി? ഞാൻ പറയും നെബുവിൻ്റെ ഫസ്റ്റ്. ഓക്കെ ഫൈൻ. ഒരാൾക്ക് പെരുന്നാളിന് വാച്ച് വേണം, സ്മാർട്ട് വാച്ച് വേണം. മറ്റു മീഷോയിൽ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്നു. അത് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് കിട്ടിയിട്ടുണ്ട്. അൺബോക്സിങ് ആണ്. വേഗം ചെയ്യും. ബോക്സാ മീഷോ എന്നാണ് മീഷോ നല്ലത്. പറ്റിക്കപ്പെട്ടു ഗൈസ്, പറ്റിക്കപ്പെട്ടു എന്നത് വിചാരിക്കണത്. ഇതാണ് സാധനം. എന്തുവാ ഇത്? എന്താ സംഗതി? അപ്പോൾ അത് പുള്ളി പറ്റിക്കപ്പെട്ടത് തോന്നട്ടോ. നോക്കട്ടെ നമ്മളെന്തായാലും. അങ്ങനെ പെരുന്നാളിനുള്ള അടുത്ത വാച്ച് എത്തിയിട്ടുണ്ട്. മൂപ്പരെ കൈമക്ക് ഇത് എത്തുമെന്ന് അറിയില്ല. ഇതാണ് കൈയിൻ്റെ വലിപ്പം. നോക്കി നോക്കും. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ നോമ്പ് 28ാമത്തെ നോമ്പ്. നമ്മൾ പെരുന്നാളിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഒക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു മരിപ്പുണ്ടായിരുന്നു നമ്മുടെ അനിയൻ്റെ ഭാര്യ വീട്ടിൽ. അപ്പോൾ ഞാനത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒറ്റപ്പാലത്തുനിന്ന് കുറ്റിക്കോട് വരോട് വഴി. അപ്പോൾ മരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി വന്നിട്ട് ഇനി ബാക്കിക്ക് നോക്കിയിട്ട് ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ പർച്ചേസിങ്ങൊക്കെ പോകണമെന്ന് വിചാരിച്ചതിന് ഇനി എന്തായാലും നോമ്പ് തുറക്കലും പർച്ചേസിങ്ങൊക്കെ ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ റമദാൻ മാസത്തിൽ ഇപ്പോൾ ഇത് 3 or 4 ഒക്കെ അയക്കുന്നു മരണം. അള്ളാഹ് വെച്ചിട്ടൊക്കെ മഫ്ല തുറക്കട്ടെ എന്തായാലും ഇൻഷാ അള്ളാ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ 28ാം നോമ്പിൽ നിന്ന് പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാണ്. നാളത്തെ ദിവസം നാളെ വരുന്ന പെരുന്നാളാവുന്ന ഒരു 100% അല്ല 99% ഉറപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് തിരക്കൂട്ടുണ്ടല്ലോ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചാൽ. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ മരിച്ച വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ. എന്നിട്ട് ബാക്കി അങ്ങനെ എന്തൊക്കെയാണ് നോക്കട്ടെ. ഓക്കെ. എപ്പോ സിനിമ എപ്പോ പറയണ്ടോ? നോണയാണ് വെച്ച് പറയുന്നത്. മൊത്തം നോണയാണ്. തൗഫീഖിനോടാ? അടിപൊളി. ഒറ്റപ്പാലം റോയലിൽ വന്നിരിക്കുന്നത്. പുതിയ റോയൽ. ഈ റോയലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഡ്രസ്സ് എടുക്കാനല്ല, വെറുതെ വന്നാണ്. താഴത്ത് ഹൈപ്പർ മാർക്കറ്റിൽ വന്നാണ്. വന്ന സ്ഥിതിക്ക് ഡ്രസ്സിന് വന്നു. ഫ്രൂട്ട്സ് വാങ്ങാനോ? എന്ത് വാങ്ങാനോ? നൂഡിൽസോ? മേടിച്ചില്ല. തരൂല. സക്കാത്തിൻ്റെ അരിയാണ് ഗൈസ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ 3 കിലോ വെച്ചിട്ട് 15 കിലോ ആയിരുന്നു. മൊബൈലിൽ ചില്ല് മാറ്റണ്ട, ഉറപ്പിക്കില്ല. അതാണ് കട.
അപ്പം നമ്മൾ വിത്ത് ഫാമിലി ആയിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ പുറത്തൊന്നാണ്. ഒന്നല്ല, പെരുന്നാൾ പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിൽ വന്നതായിരുന്നു. നോമ്പ് തുറക്കാനായിട്ട് ബാങ്കൊക്കെ നോമ്പ് ശരിക്കും അപ്പം നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞു. കൂട്ട് കുടുംബമായിട്ട് വന്ന് നോമ്പ് തുറന്ന് പ്ലേറ്റ് വെക്കാനാക്കി വ്യക്തമായി വൈഫുണ്ട് കാണിക്കുന്നത് വന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത് അങ്ങനെ കാണിച്ചാൽ കിട്ടുക. അപ്പോൾ ഞങ്ങളങ്ങനെയൊക്കെ നോമ്പ് തുറക്കൽ കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് വന്നത് ബീഫ് മന്തി, ചിക്കൻ മന്തി, അൽഫാം മന്തി മാറ്റുണ്ട്. അത് വന്ന് കഴിക്കുക. മന്തി ഇപ്പോൾ കഴിക്കാം. ആക്ച്വലി നോമ്പില്ല, പക്ഷെ ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണമായിട്ടൊന്ന് ഹോട്ടലിലാണ് കയറിയതാണ്. രാവിലെ തൊട്ടൊരു ചായ മാത്രമേ, ഒരു ചായ ഒരു ജ്യൂസിന് കിട്ടാൻ പോയപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇനി മന്തി വരട്ടെ. മന്തി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഒരൊറ്റ പിടി മന്തി ഗൈസ്. അപ്പം ഇങ്ങനെ ഒരു നോമ്പ് 1-2 ഉള്ളൂ, മിക്കവാറും ഒന്നേ ഉണ്ടാവുള്ളൂ. 98% ഒന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യും പെരുന്നാൾ. ബാക്കി വിശേഷങ്ങൾ പെരുന്നാൾ വിശേഷം പെരുന്നാൾ കഴിഞ്ഞ അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ വരുന്നുണ്ടോ. സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോസൊക്കെ എല്ലാവരും കണ്ടോളിട്ടാണ്. മന്തി തട്ടെ എന്നിട്ട് ചൂട് തരാം. അപ്പം തരാം. പൊട്ടിക്കട്ടെ. സിംഗിൾ പീസ് അതാണ് ബീഫ് മന്തി. മന്തി പറഞ്ഞു ഗ്ലാസ് വെച്ചോ? ഗ്ലാസ് വെച്ചോ? ഗ്ലാസോ? അപ്പോൾ ഒരുമിച്ച് തരും. ചൂടാണേ. എന്താ കുട്ടിക്ക് കാണിക്കും നോക്കട്ടെ. ബീഫ് വരുമ്പോൾ തപ്പെടുത്തത് ബീഫ് റിബാണ്. ബീസ് അപ്പം നമുക്ക് മന്തി നമ്മൾ 2 മന്തി നടക്കുന്നത്. ഒന്ന് ബീഫ് മന്തി, 2 അൽഫാം മന്തി. ചോറിയാണോ കൈ സോസ് കൊടുത്തത്. അപ്പം നമ്മൾ മന്തി എടുത്ത് മന്തി എല്ലാവരും നമ്മൾ കഴിയുന്നത് അപ്പോൾ കഴിച്ചു കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇത് കിട്ടൂല, അടിയാവും. കഴിച്ചിട്ട് വരാം. നമ്മൾ തിന്ന് അടിച്ച് പൊളിച്ച് തിന്ന് കുറച്ച് പാർസൽ വാങ്ങിയിട്ടുണ്ട്. ഐസ്ക്രീം വേണമെന്നൊക്കെ നാക്കാ കൂട്ടി കഴിച്ചു. ഹലോ കഴിഞ്ഞാ വേഗം പോവാ. ചൂട് അസാധ്യ ചൂട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ ചൂട് ഏസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, വേർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഫാമിലി വിത്ത് ഇഫ്താർ ഈ വർഷത്തത് തീർന്നിച്ചാൽ ഇനി അടുത്ത വർഷം. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റമദാൻ സ്പെഷ്യലല്ല, നമ്മൾ റമദാൻ പർച്ചേസിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല സോറി, പെരുന്നാൾ പർച്ചേസിംഗ് ആണ് ഗൈസ്. തെറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. അറേബ്യനൊക്കെ പഴത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇനി നേരെ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പോകാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് മൊബൈൽ കടയിലൊന്ന് കയറുന്നുണ്ട്. അറിയാണ്ടിൻ്റെ ഫോണിൻ്റെ പരിവാണിത്. ചക്കന്മാരെ കളിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അത് നിൽക്കൂല, ഓട്ടോമാറ്റിക്കാണ്.
അതൊരു അമർത്തല മറ്റേ കഴിഞ്ഞാൽ പൈപ്പ് ഓട്ടോമാറ്റിക്കാണ് ഗൈസ്. നിർത്താൻ വേണ്ടി കുറേ നേരം നോക്കില്ല. നാണം കെടുത്തില്ല, നാണം കെടുത്തി. അത് തിന്നണ്ട, കോലി ഇന്നണ്ട് നീ കൊടുത്തിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അങ്ങനെ 28ാമത്തെ നോമ്പ് നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ടാണ് തുറന്നത്. 28ാമത്തെ നോമ്പും നമ്മുടെ ഈദിൻ്റെ ഒരുക്കം എന്നുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നാളെ എന്തായാലും സൗദി അറേബ്യയിൽ പെരുന്നാളല്ല, അവർക്ക് 30 മീൻസ് ഗൾഫ് രാജ്യങ്ങളിൽ നാളെ 30ആണ്. നാളെ മീൻസ് ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 30ആണ്. അവർക്ക് നാളെയാണ് പെരുന്നാൾ. അപ്പോൾ നമുക്കും നാളെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ലോകം ഒട്ടൊക്കെ ഒന്നിച്ച് ഒരു ദിവസമായിരിക്കും ഈദ് ഉണ്ടാവുക. അങ്ങനെ ആവട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് കേരളത്തിൽ 29ാമത്തെ നോമ്പാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തെ മാസം കണ്ടാൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പെരുന്നാളാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസുകളൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോസൊക്കെ സ്പെഷ്യൽ വീഡിയോസാണ്. എല്ലാവർക്കും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും നാളെ ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പുറത്തൊക്കെ പോയിട്ടും ഫാമിലിയോടൊപ്പം ഇന്ന് ലാസ്റ്റ് 28ാമത്തെ ദിവസമായി. കുറേ ഇങ്ങനെ വിചാരിക്കുന്നു, ചില കാരണങ്ങൾ കൊണ്ട് പുറത്ത് പറഞ്ഞിരുന്നില്ല. ഇന്ന് ഞങ്ങൾ കുട്ടികളും ഞങ്ങൾ വൈഫൊക്കെ പല പോയി പുറത്തുനിന്നാണ് നോമ്പ് തുറന്നതും. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന് തിരിച്ചെത്തി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ടും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് കാണുക. വീണ്ടും നാളെ കാണാം. ബൈ.